അവരൊക്കെ ടാക്സിന്റെ സ്ലിപ്പൊക്കെ കിട്ടി സന്തോഷിച്ചിരിക്കും അല്ലേ? ഞാൻ പറയാൻ പോണത് സിംഗപ്പൂരിലോട്ട് ജോലിക്ക് വരുന്നവർ എനിക്ക് കൂടുതൽ മെസ്സേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സിംഗപ്പൂർ ഭയങ്കര എക്സ്പെൻസീവ് രാജ്യമല്ലേ, അപ്പോഴത്തെ ടാക്സ് വളരെ കൂടുതലായിരിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ പറയാൻ പോണത് വളരെ സാലറി കുറഞ്ഞു വരുന്ന ആൾക്കാരെ പറ്റിയാണ്. അതായത് ഒരു $20,000 വർഷം സാലറി ഉള്ള ആൾക്ക് എത്രയായിരിക്കും ടാക്സ്? $20,000 സാലറി മേടിക്കുന്ന ഒരാൾക്ക് വർഷം കേട്ടോ ടാക്സ് ഒന്നും അടയ്ക്കണ്ട. ഇനിയിപ്പോൾ $30,000 ആണെങ്കിൽ 2020 ടാക്സ് ഇല്ലല്ലോ. അടുത്ത് വരുന്ന 10,000, ആ 10,000-ന് 2% എന്ന് പറയുമ്പോൾ $200. അപ്പോൾ 30,000-ന് നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് $200 ടാക്സ്. അല്ല ഇനിയിപ്പോൾ ഒരു 40,000 ആണെങ്കിൽ ആദ്യത്തെ 30,000-ന് $200 ടാക്സ് ഉണ്ട്. പിന്നീട് വരുന്ന എമൗണ്ടിൻ്റെ അറൗണ്ട് ഒരു 2.5, അതായത് ഇപ്പോൾ ഒരു 33,000-ഒക്കെയാണ് നിങ്ങളുടെ സാലറി എന്ന് വിചാരിക്കുക വർഷം. ആദ്യത്തെ 30,000-ന് $200 സാലറി. പിന്നീട് വരുന്ന ആ ഒരു 3,000 ഇല്ലേ, ആ 3,000-ന്റെ ഒരു 2.5% ടാക്സ് ഒന്നും കൂട്ടി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ടാക്സ്. അതായത് ഒരു $33,000 ടാക്സ് ഒരാൾക്ക് അറൗണ്ട് ഒരു $330 അടുത്താണ് ടാക്സ് വരിക. ഇതിൻ്റെ മേലേക്ക് അങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്കിൻ്റെ ടേബിൾ ഞാൻ കാണിക്കാം. അത് നെറ്റിലൊക്കെ തപ്പി കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഇങ്ങനെയാണ് ടാക്സിൻ്റെ ഒരു കണക്ക് സിംഗപ്പൂരിൽ വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിനും കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് കാണാം. അപ്പോൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ഞാൻ വർക്കിന് പോട്ടെ.